ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് റംബിൾ ക്ലബിനെ ആയിട്ടാണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ സൗണ്ടൊക്കെ കുറച്ച് കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോക്ക് എടുക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. എന്തോ മറ്റേ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടെന്ന് ഞാൻ കണ്ടിരുന്നു. സോ കുറേ ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ല, കാരണം എന്തായിരുന്നു, സ്കൂളൊക്കെ ഉണ്ടായിരുന്നു, അതായിരുന്നു ഞാൻ വീഡിയോ ഇടാത്തത്. എന്തായാലും നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എന്തൊക്കെയോ കെട്ടിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്താ ഡ്രാഗൺ എന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ മറ്റേ ഹെലികോപ്റ്റർ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടോ. സെറ്റാണ്. ശരി, അതല്ല എൻ്റെ അല്ലേ, വെറുതെ മനസ്സിനെ ഞാൻ ചോദിച്ചാൽ അതാണെന്ന് എൻ്റെ തോന്നുന്നു. അതിൻ്റെ ഇതെന്താ സാധനം, ന്യൂ ഇവൻ്റോ, പിടിച്ചമർത്തേക്ക് എന്തെങ്കിലും. ഇതെല്ലാം വരുന്നുണ്ട്. സോ എന്താണെന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല. എന്തെങ്കിലും എടുക്കാം നമുക്ക്. ഓക്കെ, സ്കൂപ്പ്. ഓ, ഇതാണല്ലേ ഇത്. ഓക്കെ. അപ്പോൾ ഏതെടുക്കണം? കുറച്ച് ഇടവേളകൾക്ക് ശേഷം നമ്മൾ വന്നിരിക്കണം. സോ ഇതിൽ നമ്മൾ റംബിൾ റൺ ആണ് എടുക്കുന്നത്. ഓക്കെ, ഫ്രീ ഫോർ ഓൾ ആണ്. നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോക്കിയേക്കാം. സോ മെയിൽ ബോക്സ്, അതാ ഈ ഡ്രോൺ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രോൺ കിട്ടി. പിന്നെ ഹാംസ്റ്റർ ബോളോ, ഓക്കെ, ചിലപ്പോൾ നമ്മൾ അതിൽ നമ്മൾ ഇരുന്ന ആരും നമ്മളെ പിടിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ചെക്കൻ, എടാ നീ എന്താണ് വെറുതെ നടക്കുന്നത്? ചുരുക്കണം എന്തെങ്കിലും ചെയ്യടാ. സോ നമുക്ക് ഇവിടെ കുറേ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. സീസണൽ ഗാഡ്ജറ്റ് റിവാർഡ് 0 കംപ്ലീറ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ. ആൻഡ് എനിക്ക് തോന്നുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, സോ കംപ്ലീറ്റ് ആയപ്പോൾ എല്ലാം കഴിഞ്ഞു. 0 ആവും അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നമുക്ക് ഹെഡിങ് ടു എവിടെ ഇപ്പോൾ ഡെത്ത് മാച്ച്, നോക്ക് ഓഫ് പഞ്ചീസ് ആൻഡ് ഗെയിൻ എ പോയിൻറ്റ്, ഫാൾ ഇൻ യുവർ ഓൺ ആൻഡ് ലൂസ്. അപ്പം അങ്ങനെ റീസ്പോൺ ആറോണം. ഇവന്മാർ നമ്മളെ തോൽപ്പിക്കാനുള്ള പുറപ്പാടാണ് കള്ളന്മാർ. എന്തായാലും അടിച്ചോ, ഒറ്റടി, അത്രേ ഉള്ളൂ. സെറ്റാണ്. താങ്ക് യു. അപ്പോൾ പോയി. അയ്യോ, ഇതെന്ത് സാധനം? ഇതാരെ കൺട്രോൾ ചെയ്യണ്ട? ഇല്ല. ഹായ്, സ്പീക്കർ കിട്ടി. അത്ര ഉള്ളൂ. ഡിസ്കോഡാണ്. സോ ചെക്കൻ സീനാണ് മൊത്തം കള്ളി. ഡിസ്കോഡൻസൊക്കെ അടിച്ച് സെറ്റാണ്. അയ്യോ, അതാ വെള്ളത്തിൽ വേണം. കുഴപ്പമില്ല, നമ്മൾ റീസ്പോൺ ഉണ്ടല്ലോ. നേരെ പോ. അയ്യോ ആ താളിക്കണം. ഓക്കെ, പൊട്ടി. കുഴപ്പമില്ല. അപ്പോൾ ചെക്കനൊക്കെ സെറ്റാണ്. ഓക്കെ, അവൻ അടിച്ചിട്ട് പോകുന്നുണ്ട്. ഒരാളെന്നെ ഞാൻ ആദ്യമായിട്ട് അടിച്ചു. നമ്മളടിച്ചു തരാൻ വരുന്നു. ഞാൻ വീണില്ല. അയ്യോ, അടിക്ക് എനിക്കിപ്പോൾ എടുക്കാം. അത്രേ ഉള്ളൂ. അടിക്ക്. പോയി. അപ്പോൾ കുറേ പേര് നമ്മൾ അടിച്ചു. അവൻ ഡ്രോൺ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയ്യോ ഓക്കെ, ഡ്രോൺ കളഞ്ഞവൻ. ഡ്രോൺ നമുക്കെടുക്കാം. ഡ്രോണ് കഴിഞ്ഞ ഡ്രോണ് പോയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തോന്ന് പറയാൻ പറ്റില്ല. അയ്യോ, ഇപ്പം എന്താ സംഭവിച്ചത്? ഗെയിം കഴിഞ്ഞ കാൽക്കുലേറ്റിങ്ങിനെ കാണിക്കുന്നത്. എന്ത് ചെയ്യാനാ ഞാൻ? ക്ലോസ്. ഞാനിപ്പോൾ തോറ്റനെ. ഞാൻ അവസാനമായി 16. സൈമൺ. ബാക്കി എല്ലാവരും പ്ലെയർ. ഇപ്പുറത്ത് മാത്രം റംബിൾ റണ്ണിന് ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ റൗണ്ട് വന്നു ഇത്. അപ്പോൾ ഓക്കെ, ഷുഗർ റഷോ. ഓക്കെ, ഹെഡിങ് ടു. ഓക്കെ, പുതിയ സ്ഥലമൊക്കെ കിട്ടിയൊന്നുകൂടി. പുതിയ സ്ഥലമാണോ? അല്ലാതെ തോന്നുന്നുണ്ട് കേട്ടോ. ഷുഗർ റഷാണ്. ഫൈൻഡ് ആൻഡ് 8 കപ്പ് കേക്ക്സ്. ഓക്കെ, സെറ്റ്. റീസ്പോർ ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും അപ്പോൾ വലിയടിച്ചോ. അത്രേ ഉള്ളൂ. അയ്യോ കുറേ പേരുണ്ടല്ലോ. കപ്പ് കേക്ക് എടുക്ക്. ട്രൈ എടുക്ക്. അവനെടുത്തോ? അത് ആരെങ്കിലും എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നി ആ റെഡ് മറ്റേ റിങ് വരുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. എടുക്ക്. അയ്യോ, എല്ലാവരും എടുത്തിട്ട്.
എടുക്കെടുക്ക്. നമുക്കിങ്ങനെ കുഞ്ഞിതൊക്കെ തന്നെ മതിയേ. കുഞ്ഞിതിങ്ങനെ തിന്ന് നമുക്ക് പിന്നെ കുറയാവുമല്ലോ. എന്ത് ചെയ്യാനാ, എല്ലാവരും വലുതിൻ്റെ പറയാൻ നടക്കും. ഞാൻ കുഞ്ഞിത് തെറിച്ച് തന്നെ എൻ്റെ അടുത്തേക്ക് തെറിച്ച് തന്നെ. ഇവനെൻ്റെ പോലെ തന്നെ ആണ്. ഓക്കെ. അയ്യോ കപ്പ് കേക്ക് തിന്നെ. ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? അയ്യോ കുറേ ഉണ്ടല്ലോ. ചേ അവന്മാരൊക്കെ വന്നു. അയ്യോ എടാ അടിച്ചല്ലേ. അടിക്കും. ഓ സെറ്റ്. റീസ്പോൺ അപ്പോൾ ഉണ്ട്. ഓക്കെ. അയ്യോ എടാ വെള്ളത്തിൽ വീണ്ടും. ഓക്കെ ഒന്നുകൂടി കയറി. അതെന്താ അത് പോകാം. ഓ മറ്റേ വീഴുമ്പോൾ ഒന്ന് ഞാൻ മുകളിൽ നിന്നിട്ട് തന്നെ ഇതായി. സോ ഇത് കഴിഞ്ഞു ഞാൻ തോന്നുന്നു. അപ്പോൾ എന്താ വെള്ള കളറൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ കാൽക്കുലേറ്റിംഗ്. ഓക്കെ സോ സ്വിമ്മിംഗ് പൂളൊക്കെ അപ്പുറത്തുണ്ടല്ലോ. ഞാൻ ഇത്ര നേരം ശ്രദ്ധിക്കാം. അയ്യോ ഞാൻ വെട്ടിയോ? ഇല്ല സോറി. ഓക്കെ കുഴപ്പമില്ല. സൈമൺ ഞാൻ അവിടെ ഉണ്ട്. എൻ്റെ ഭാഗ്യം. ദൈവമേ ക്രിസ്ത്യൻ്റെ ഭാഗ്യം. ഞാൻ നോക്കിങ്ങനെ വെട്ടിയിൽ ഇങ്ങനെ എസ് എവിടെ എല്ലാവരും പ്ലെയർ അല്ലേന്ന്. എല്ലാം പ്ലെയറാണ്. നിങ്ങൾ ആ ഒരു ഭാഗത്ത് ശ്രദ്ധിച്ചോ. വാതിൽ. സോ കിങ് ഓഫ് ദ ഹില്ലാണ്. ഓക്കെ ഹെഡിങ് ടു സ്റ്റാൻഡ് ഇൻ ദ മൂവി സോൺസ് ടു ഗെറ്റ് പോയിൻറ്റ്സ്. നോക്ക് ഓഫ് പൊഞ്ചിസ് ആൻഡ് ടു ഗെയിൻ ബോണസ് പോയിൻറ്റ്സ്. റെസ്പോൺസ് ആർ ഓൺ. ഓക്കെ സോ റീസ്പോൺ ആവാൻ പറ്റും. അപ്പോൾ കുഴപ്പമില്ല. സോ എനിക്ക് തോന്നുന്നത് അപ്പോൾ അടിച്ചോ. ഓക്കെ സെറ്റാണ്. അത്രേ ഉള്ളൂ. സോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ബ്ലൂ കളർ വട്ടമാണ് തോന്നുന്നത് സേഫ് സോൺ. ഓക്കെ സോ നമുക്ക് ഡ്രോൺ പോയി. ഓക്കെ ഡ്രോൺ കിട്ടി. സോ അയ്യോ ഞാനിപ്പോൾ ഡ്രോൺ പറത്തിയുണ്ട്. അവന്മാരെങ്ങനെ എന്നെ ഇടിച്ച് കളയൂ. വേഗം. ഓ അതിലങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റൂലേ. ഓക്കെ അങ്ങനെ. ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ആൾക്കാരെ അടിക്കണം. അയ്യോ അടിക്ക്. ഈ അത്ര എന്നെ അടിച്ച് വീഴ്ത്തിയാണ്. തല ഇറങ്ങി ഓടിക്കാതെ എണീക്ക്. അവനെ അടിക്ക്. അത്രേ ഉള്ളൂ. അടിക്ക് ആ ഗോൾഡൻ തലേനെ അടിക്ക്. അവനെ തൂക്കിയിട്ടാ. ഓക്കെ അവൻ്റെ കാര്യത്തിലപ്പോൾ തീരുമാനമായിട്ടുണ്ട്. സോ നമുക്ക് വേറെ വെപ്പൺ എടുക്കാം. ഓ എടാ മോനെ വാളൊക്കെ. അങ്ങനെ വാള് ഫിനിഷായി. സോ അടുത്തത് ഇതും കൊണ്ടൊക്കെ അടിക്കുമ്പോൾ തല അങ്ങോട്ട് തെറിച്ച് പോകണം. അങ്ങനെ വേണം. അയ്യോ അടിക്ക് വീഴല്ലേ. ഓക്കെ സെറ്റ്. ഓക്കെ അയ്യോ ഇത് കഴിയാറായി. എന്താ പെട്ടെന്ന് കഴിയണം ഇതൊക്കെ. അതും കഴിഞ്ഞു. സോ ഇതാ സംഭവം. അത് ശരി ഗെയിം ഓവറായ. ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ. സോ നമ്മളെ വെട്ടിയ നമ്മൾ പോയോ? നമ്മൾ പോയിട്ടുണ്ട്. ലീവുണ്ട്. കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് ദ റംബിൾ എന്ന് കാണിക്കുന്നുണ്ട്. സോ പഞ്ച് റോയൽ ബി ദ ലാസ്റ്റ് പഞ്ച് സ്റ്റാൻഡിങ്. സോ നമുക്കിത് എന്തിനാണ് നമ്മൾ തോറ്റില്ലേ? എനിക്ക് തോറ്റു തോന്നാം കേട്ടോ. ഓക്കെ ഇത് പുതിയ സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. കൗണ്ട് ഡൗണൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇവനെയാണല്ലേ സ്പെക്ടാറ്റിയാണ്. ഓക്കെ ഇവൻ ബലൂണിൽ ഇറങ്ങി അടിയിൽ നിന്ന് ഇവൻ നല്ലൊരു പ്ലെയർ ആവാനാണ് സാധ്യത. പക്ഷെ എനിക്ക് പുറത്തേക്ക് പോകണം. വെറുതെ വേണ്ട. എന്തിനാ വെറുതെ. സോ നേരെ വേനിലേക്ക് പോകാം. കുറേ ഓടിച്ചിട്ടുണ്ടല്ലോ. മുട്ടുവേനൊക്കെ മാറിയപ്പോൾ പിന്നല്ല അതിന് മുട്ടില്ലല്ലോ അല്ലേ. അത് പോട്ടെ. എന്താ ഈ വായിൽ സാധനം മറ്റേ പൊള്ളം കൊണ്ടൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ പിന്നെ എങ്ങനെ ഇന്ന് പൊള്ളം വരുന്ന തന്നെ. അതൊക്കെ ഒരു ട്രിക്കാണ്. അല്ല ഇതെന്താ ഇങ്ങനെ തന്നെ നിൽക്കണ നിങ്ങൾ? സ്റ്റാച്ചു ആയാ? ഓ ഗോൾഡ്. ഓക്കെ ചത്താ? അതൊന്നുമല്ലടാ. ശരി. എനിക്കൊന്നും കൂടി മറ്റേ ഗാലക്സിക്ക് പോകണം തോന്നുന്നുണ്ട്. ഒന്നും കൂടി നമുക്ക് പോയി നോക്കാം. ഓക്കെ
അവിടെ എന്താ കിട്ടുക നമുക്ക് പോയി നോക്കാം. സോ മെയിൽ ബോക്സ്. സോ അടുത്തത് നമുക്ക് അമ്പറിലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. നല്ല പവറിൽ വീണ്ടിട്ടാ. ഇലയ്ക്ക് എവിടെ നിന്ന് പറഞ്ഞു വരുന്നു? ഇലയ്ക്ക് കോടയായിട്ടുള്ള നിന്നാണോ വരുന്നത്? അത് ശരി. അടുത്തെന്താ? മാഗ്നറ്റ് വേണ്ട. വേറെ എന്താ ഉള്ളത്? ഹാംസ്റ്റർ ബോൾ ഉണ്ട്. വേറെ എന്താ? ഐസ് മെഷീൻ. ഐസ് ഇടുന്ന സാധനം. എനിക്ക് തോന്നുന്നു അതും കുറച്ചുകൂടി ആൾക്കാരൊക്കെ പെട്ടെന്ന് അടിച്ചിടാൻ പറ്റും. സോ നമുക്ക് അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സോ അടുത്ത ഗെയിം കണക്റ്റ് ആവണേ ഉള്ളൂ. സോ നമ്മുടെ ഇനി ഷിപ്പ് എന്നാണ് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. സോ കുറേ പേര് ഇനിയും വരാണ്ട് കേട്ടോ. കുറേ പേര് ഇനിയും വരാണ്ട്. വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത്യാവശ്യം എല്ലാവരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. റെഡ് ഇപ്പോൾ വന്നു കേട്ടോ. ഇപ്പോൾ വന്നേയുള്ളൂ. അവൻ പോയ ബ്ലൂ വന്നു. സോ സ്റ്റാർട്ട് ചെയ്യാറായെന്ന് തോന്നുന്നുണ്ട്. നിൽക്കണം. ഓക്കെ. ചിലപ്പോൾ മുമ്പത്തെ കുറച്ച് സ്ഥലത്ത് ആൾക്കാർ കയറാനാവും. സോ ഹെഡിങ് ടു സ്റ്റാർട്ടിങ് വരുമ്പോൾ ഡെത്ത് മാച്ചാണ് കേട്ടോ. ഈ സ്ഥലത്തേക്കാണ് നമ്മൾ നോക്ക് ഓഫ് പഞ്ചീസ് ആൻഡ് ഗെയിൻ എ പോയിന്റ്. ഫാൾ ഇൻ യുവർ ഓൺ. അത് മറ്റേ സാധനം തന്നെ. സോ എനിക്ക് ഇവിടെ ഒന്നുകൂടി കളിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ അന്ന് പണ്ട് കളിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്ക്. സോ ഫസ്റ്റ് പാർട്ടിൽ എല്ലാതും ഇടിച്ച് കയറിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഇടിച്ച് കയറിപ്പിച്ചാൽ അപ്പുറത്ത് ഓടിപ്പോയി കിടക്കും നമ്മൾ. ഡൈന് അങ്ങനെ സാധനമാണ് ഇതിന് പറയുക. ഒരു പടക്കം വെച്ച് അവൻ്റെ തലയിൽ ഞാൻ വെറുതെ ഒന്ന് താഴോട്ട് നോക്കിയതാ. ഇപ്പം എന്ത് ചെയ്യും? വേറെ വല്ല സാധനം നോക്കാം. ഇതൊക്കെ വിടാൻ പോവാണ്. അങ്ങനത്തെയാണ് ഈ ഒരു കളി. അടിക്കാനേ കടക്ക് പുറത്ത് അത്രേ ഉള്ളൂ. അപ്പുറത്ത് ചോദിക്കാം. പോടാ അടിക്ക്. ഞാനിപ്പോൾ വീണേ പെട്ടി എടുത്തിട്ട് അത്. ഓക്കെ അമ്മേ, നമുക്കപ്പോൾ ഇനി 2 സംഭവങ്ങൾ എടുക്കാം. എന്നാലും ഗുണ്ട് പോലത്തെ സാധനം അതിൻ്റെ മുകളിലായിരിക്കണത്. മോനെ, ഞാനിപ്പോൾ പോയേനെ. അവന് എന്താ അവൻ്റെ അടി? ഒരൊറ്റ അടിയിൽ ഞാൻ തെറിച്ചങ്ങ് പോയി. അവിടെ നമ്മുടെ മറ്റേ അമ്പറിലേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് ശരി. വെള്ളത്തിൻ്റെ അടിക്കൊക്കെ നടക്കണം. അതാനേതാക്കി. ക്രെയിൻ മാറിക്കോ. ഇങ്ങോട്ട് പോവാം നമുക്ക്. സെലോ ടൈപ്പ് കഴിച്ച് ഒട്ടിച്ചിരിക്കണം. അവിടെ അടിക്കില്ല. അമ്പർല എന്നെ ചതിച്ചു. ആ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പോയി. എന്താ ചെയ്യാ? ഞാനൊരു സംഭവമായില്ലേ. ആരുടെയൊക്കെ തലയൊക്കെ ഒട്ടിയത്? എന്തോ ഇരുമ്പിലൊക്കെ അടിക്കണ പോലെയാ. ഇറങ്ങ. അറ്റ്ലീസ്റ്റ് ആ പലകയിലിങ്ങനെ ലാൻഡ് ചെയ്യടാ. എന്താ ചെയ്യണം? ഓക്കെ. താങ്ക് യൂടാ എന്നെ കരക്ക് കയറ്റിച്ച്. അത് ശരി. കരക്ക് കയറ്റിയത് തള്ളിയിടാനാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. അതാ വീണ്ടും തൂങ്ങി അടിയത് കൂടെ പോകണം. എടാ, അവന് ശരിക്കും അതാണോ പണി? നമുക്ക് അങ്ങനത്തെ പണി ആവാൻ പറ്റുമോ? അതിൻ്റെ മുകളിൽ തൂങ്ങിയിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ബലൂണിൽ ലാൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ലാൻഡ് ചെയ്യണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെയാ വഴിയെന്ന് വെച്ചാൽ അവൻ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യില്ല. എന്തൊരു വെറുതെ ഇരിക്കാവനായില്ല. സുഖിച്ച് വെറുതെ ഇരിക്കായില്ല. ചിലപ്പോൾ അതിൽ വെറുതെ ക്യാരക്ടറിനെ കൊടുത്താവും. ആരും കളിക്കണ്ടാവില്ല. മീൻസ് ഒരു ആനിമേഷനൊക്കെ അതുപോലെ. പക്ഷേ എൻ്റെ പേര് വെട്ടിയിട്ടോ, ഞാൻ തോറ്റു. അങ്ങനെ അതും കഴിഞ്ഞു. ഷുഗർ റഷ് ഫൈൻഡ് ആൻഡ് ഡേറ്റ്. ഇനിയിപ്പോൾ ഞാൻ ഔട്ടായില്ലേ. പിന്നെ ലീവ് എവിടെ എപ്പോഴാണ് വരിക? ലീവൊക്കെ ക്രൈസി കാൽഡീറ എപ്പോഴാണാവോ ഇനി ലീവൊക്കെ വരിക? അവിടെ തന്നെ പിടിച്ച് അമർത്താം. ഇവിടെയാണ് സാധാരണ ലീവിൻ്റെ ബട്ടണൊക്കെ വരിക. സോ നമ്മൾ ഇവനാണ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരെ ആക്കിയിട്ട് മാറ്റാം. നോക്കാം, വേറെ ആൾക്കാരെ ആക്കാം. പക്ഷെ ഇവൻ എന്താ ചെയ്യണത്? കപ്പ് കേക്കിനെ അടിച്ചു മാറ്റണം. ശരി, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇവനെന്താ ചെയ്യണേ? കപ്പ് കേക്ക് വേഗം തിന്നടാ. അതും കൂടി എടുക്കുന്നീ. അത്രേ ഉള്ളൂ. എടാ, നിനക്ക് ലക്കുണ്ട്. ഇവന് നല്ല ലക്കുണ്ട്. ഇവന്
ഇവിടെ എടുക്കുമ്പോൾ എന്താ റെഡ്? ഓ ഞാൻ കാണുന്നത് അങ്ങനെയാവും ചിലപ്പോൾ. ഓക്കെ, എന്താ വീണ്ടും പോയി. ഇവനെന്താ പ്രശ്നം? കപ്പ് കേക്ക് കളയാനാണോ ഇവൻ്റെ ജോലി? എടാ നിനക്കൊക്കെ നല്ല ഭാഗ്യമുണ്ടോ, പക്ഷെ അവൻ നല്ല പ്രോ പ്ലെയറാന്ന് തോന്നുന്നുണ്ട്. അവനെ തൂക്കി അത്രേ ഉള്ളൂ. തൂക്കിയെടുത്ത് എറിഞ്ഞവനെ. അവൻ ചത്തെന്ന് തോന്നുന്നുണ്ട്. അടുത്ത കപ്പ് കേക്ക് എടുക്ക്. ഓടിപ്പോയെടുക്കടാ. ഓടിപ്പോയെടുക്ക് പെട്ടെന്ന്. ന്യൂ കപ്പ് കേക്ക് ട്രൈസ് അവൈലബിൾ. എന്നുവെച്ചാൽ പുതിയ കപ്പ് കേക്ക് ട്രൈസ് വന്നു. പക്ഷേ എനിക്ക് എന്തായാലും പോകണം. സോ നമ്മൾ ഈ വീഡിയോ തന്നെ നിർത്തി. സോ അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. ഓക്കെ, സോ നമുക്കിപ്പോൾ ഞാൻ എന്താ നോക്കട്ടെ പോലും. എന്താടാ എന്താ കോട്ടുപോയി കിടണേ? എന്താ? ശരിയാണ്, നല്ല വെയിലത്താണ് നമ്മൾ കളിക്കണത്. സോ നല്ല ക്ഷീണം ഉണ്ടാവും. അവനും കുറച്ച് റെസ്റ്റൊക്കെ വേണം അല്ലേ? അവൻ്റെ കണ്ണൊക്കെ അടഞ്ഞോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി എനിക്ക് നോക്കാണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം. സോ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.